എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ. ചോറ് ഉപയോഗിച്ചിട്ടുള്ള കിണ്ണത്തപ്പമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് ചോറ്, 1 കപ്പ് പാല്, 1 കപ്പ് ശർക്കര ഉരുക്കി ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരണമെങ്കിൽ ഇതുപോലെ അളവുകൾ കൃത്യമായിരിക്കണം. എല്ലാം ഒരേ അളവിൽ വേണം എടുക്കാൻ. 2 ഏലക്ക, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത്രയും സാധനങ്ങളും കൂടെ ആവശ്യമാണ്. ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഈ വലിയ സ്പൂണാണ് ടേബിൾ സ്പൂൺ. എടുത്തിരിക്കുന്ന ചോറ് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ചോറ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുന്നതാണ് സൗകര്യം. ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അളവ് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അരിപ്പൊടിയുടെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ കിണ്ണത്തപ്പം ശരിയായിട്ട് വരില്ല. ഞാൻ ഇതുപോലെ കിണ്ണത്തപ്പം തേങ്ങാപ്പാൽ ഉപയോഗിച്ചും പശുവിൻ പാൽ ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പശുവിൻ പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയപ്പോഴാണ് ശരിക്കും കടയിലെയായ ഒരു ടേസ്റ്റ് കിട്ടിയത്. ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് അടുപ്പത്ത് വയ്ക്കാൻ. അടുപ്പത്ത് വെച്ച് ആദ്യം ചെറു തീയിലൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം തീയൊന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കുറച്ചളവായതുകൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും. 1 കപ്പ് ചോറെന്ന് പറയുമ്പോൾ 240 മില്ലിയുടെ ഒരു കപ്പിൻ്റെ അളവാണ്. കപ്പില്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഗ്ലാസ് അളവിനായിട്ട് എടുത്താൽ മതി. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷമുള്ള ആ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാകും. ഇതിനി ഇളക്കി കുറുക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ 3 ടേബിൾ സ്പൂണും ഒന്നിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിയായിട്ട് വരില്ല. ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് വീതം 3 സ്റ്റെപ്പായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം നെയ്യ് ചേർത്തതിന് ശേഷം ഇതൊന്ന് കുറുകി വരണം. ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ 2ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 2ാമത്തെ ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ട് നന്നായിട്ട് കുറുകി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി 3ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കിണ്ണത്തപ്പത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഈ സമയമാകുമ്പോഴേക്ക് കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ടൊക്കെ ഉരുണ്ട് ബോൾ പോലെയായി വരാൻ തുടങ്ങും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർക്കേണ്ടവർക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ട് ഈ ഒരു പാകമാകുമ്പോഴേക്ക് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങും. ഈ ഒരു അവസ്ഥയാകുമ്പോഴേക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സമയത്ത് ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കോരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയായിട്ട് കിട്ടും. ഇതിന് ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതൊന്ന് നിരത്തി കൊടുത്ത് ഇതിന് മുകളിലായിട്ട് നെയ്യ് തടവിയ ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഷേപ്പ് ചെയ്താക്കിയെടുക്കാം. ഇപ്പം ചെയ്ത കിണ്ണത്തപ്പത്തിൻ്റെ ഈ ഒരു ഭാഗം മിസ്സായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വേറൊരു കിണ്ണത്തപ്പത്തിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് 3 കപ്പ് ചോറ് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ കിണ്ണത്തപ്പമാണ്. ഇതുപോലെ സ്പൂണിൽ നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ കിണ്ണത്തപ്പം ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ അളവൊന്നും മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.